പ്രണയതാണ്ഡവം ഭാഗം 47. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. രാവിലെ ആദ്യ പൊയ്ക്കഴിഞ്ഞപ്പോൾ കമല വീട് മുഴുവനും അടിച്ചുവാരലും തുടയ്ക്കലുമായി ഒരേ ബഹളമാണ്. ഇന്നെന്ത് പറ്റിയമ്മ? കമലേച്ചിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. രാവിലെ വന്ന സമയം മുതൽ ഒരിടത്തിരുന്ന് കണ്ടില്ല. ബാല കമലത്തെ നോക്കിക്കൊണ്ട് മംഗലത്തമ്മയോട് ചോദിച്ചു. അതോ, ഇന്ന് ശമ്പളം കൊടുക്കുന്ന ദിവസമല്ലേ മോളെ? ആദ്യം ഇറങ്ങാൻ നേരത്ത് എൻ്റെ കയ്യിൽ കാശ് തരുന്നത് കമലം കണ്ടു. അതിൻ്റെ ആത്മാർത്ഥതയാണ്. രണ്ടുപേരും കൂടി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കമലം മുറിയിലേക്ക് വന്നത്. ഇവിടം കൂടി അടിച്ചു തുടച്ചു കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തെ മുറിയേ ഉള്ളൂ. അവിടേക്ക് ഞാൻ പോകണ്ടല്ലോ അമ്മച്ചി. കോണി കയറി മുകളിലേക്ക് പോകുന്നത് എനിക്ക് നിഷിദ്ധമാണല്ലോ. പറയുമ്പോൾ ബാലയെ ഇടം കണ്ടിട്ട് നോക്കി കമലം. അവിടെ നീ തൂക്കാനും തുടയ്ക്കാനും ഒന്നും നിൽക്കണ്ട. അത് ബാലമോള് സൗകര്യം പോലെ ചെയ്തോളും. നിന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി. രണ്ടുപേരും ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ എനിക്ക് ഇവിടം കൂടി തുടച്ചിട്ട് പോകാമായിരുന്നു. ഇന്നത്തെ ജോലി എല്ലാം നേരത്തെ തീർത്തിട്ടുണ്ട്. എനിക്ക് കുടുംബശ്രീയുടെ ഒരു പരിപാടിയുണ്ട് അങ്ങ് ചോലത്തറയിൽ. അതിന് പോകണം. ചെന്നില്ലെങ്കിൽ പെണ്ണുങ്ങൾ ലോൺ തരത്തില്ല. രണ്ടുപേരും ആ ഹാളിലോട്ട് കുറച്ച് നേരം ഇരുന്നാൽ ഞാൻ ഇവിടെ കൂടി തൂത്തു തുടയ്ക്കാം. കമലം ബക്കറ്റും വെള്ളവുമായി അകത്തേക്ക് കയറിയപ്പോൾ മംഗലത്തമ്മയും ബാലയും ഹാളിലേക്ക് ഇറങ്ങിയിരുന്നു. കുഞ്ഞിനെ മടിയിൽ ചേർത്ത് കൊഞ്ചിക്കുന്ന ബാലയെ മംഗലത്തമ്മ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. എന്താ അമ്മ, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആദ്യം കാണുന്നത് പോലെ ബാല ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, അമ്മ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി. കമലം റൂം തൂത്തു തുടച്ച് വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ അലക്കാനുള്ള തുണികളും കൂടി എടുത്തു. ഞാൻ ഇതും കൂടി അലക്കിയിട്ടിട്ട് പോകും കേട്ടോ. കമല പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മംഗലത്തമ്മയും ബാലയും മുറിയിലേക്ക് പോയി. മോനൂട്ട ഉറങ്ങിയമ്മേ. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ബാല റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മ അവളെ വിളിച്ചു. ബാലമോളെ, ഈ അലമാരയിലെല്ലാം അലങ്കോലമായിരിക്കുകയാണ്. മോൾ അമ്മയെ ഇതൊന്ന് ഒതുക്കാൻ സഹായിക്കാമോ? നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വേണ്ട, അമ്മ പതിയെ ചെയ്തോളാം. ബാല അമ്മയുടെ നേരെ തിരിഞ്ഞ് കയ്യും കെട്ടി കതകിൽ ചാരി നിന്നു. അമ്മയ്ക്കറിയാത്ത എന്ത് ജോലിയാണ് എനിക്കിവിടെ ചെയ്യാനുള്ളത്? ഞാനും കൂടി സഹായിക്കാം. ബാലയും മംഗലത്തമ്മയും കൂടി അലമാരയിൽ നിന്നും വാരി വലിച്ചിട്ടിരിക്കുന്ന തുണികളൊക്കെ പുറത്തേക്കെടുത്തു. ഇതിലൊത്തിരി ഉണ്ടല്ലോ അമ്മ. ഉടുക്കാതെ വെച്ചിരിക്കുന്ന സെറ്റുമുണ്ടും. ഓരോ വർഷവും എന്തെങ്കിലും വിശേഷത്തിന് അച്ചു വാങ്ങി തരുന്നതാണ്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവനത് കേൾക്കില്ല. വിശേഷങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് അവന് പണ്ട് മുതലേ സന്തോഷമാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ഒന്നുമില്ലാതെ പോയത്. പറഞ്ഞുകൊണ്ട് മംഗലത്തമ്മ നെടുവീർപ്പിട്ടു. അപ്പോഴും ബാലയുടെ നാവിൻ തുമ്പിൽ ചോദിക്കാനുള്ള 1000 ചോദ്യങ്ങൾ വരിവരിയായി നിരന്നു. പക്ഷേ അവൾ എന്തുകൊണ്ടോ ആ ചോദ്യങ്ങളെ മനഃപൂർവ്വം വിഴുങ്ങി. അലമാരയിലിരുന്ന തുണികളെല്ലാം വാരി കട്ടിലിൽ ഇട്ടു ബാല. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം ഈ സൈഡിൽ ഓരോന്നായി അടുക്കി വെക്ക്. അപ്പോഴേക്കും ഞാൻ മുകളിലത്തെ മുറിയിൽ പോയി സാറിൻ്റെ മുറി വൃത്തിയാക്കാം. വന്നതിന് ശേഷം നമുക്കിതൊക്കെ തിരികെ അലമാരയിൽ ഒതുക്കി ഭംഗിയായി വെക്കാം. അമ്മ ഇവിടെ ഇരുന്ന് പതിയെ സാവധാനത്തിൽ മടക്കിയാൽ മതിയേ. മംഗലത്തമ്മയെ കട്ടിലിൻ്റെ അറ്റത്ത് പിടിച്ചിരുത്തി അവർക്ക് തുണികൾ മടക്കി വെക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തുകൊണ്ട് ബാല ബക്കറ്റും മോപ്പും ചൂലും എടുത്ത് മുകളിലെ മുറിയിലേക്ക് പോയി. ഓരോരോ പാക്കറ്റുകളായി മംഗലത്തമ്മ ശ്രദ്ധയോടെ എടുക്കുമ്പോൾ അതിലിരുന്ന പൊട്ടിക്കാത്ത ഒരു കവർ മംഗലത്തമ്മ പുറത്തേക്കെടുത്തു. മയിൽപീലിയും കൃഷ്ണന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു സെറ്റ് സാരി. അത് കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ട് വിതുമ്പിപ്പോയി. ഏറെ നേരം അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മംഗലത്തമ്മ അങ്ങനെ ഇരുന്നു. തുണികളൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ടമ്മച്ചി, ഞാനെങ്കിൽ പിന്നെ ഇറങ്ങട്ടെ. കമല വാതിൽക്കൽ വന്ന് വിളിച്ചു പറഞ്ഞു. അവർ ആ സെറ്റ് സാരി ബെഡിലേക്ക് വെച്ചു മുഖം അമർത്തി തുടച്ചു. നീ നിൽക്ക് കമലം, നിനക്കുള്ള ശമ്പളം കൂടി തരാം. അത് കേട്ടപ്പോൾ കമലത്തിൻ്റെ മുഖം 100 വാൾട്ട് ബൾബ് പോലെ തിളങ്ങി. നനഞ്ഞ തുണി ഉടുത്തിരുന്ന സാരിയുടെ തുമ്പിൽ തുടച്ച് പുഞ്ചിരിയോടെ മംഗലത്തമ്മയെ കാത്തു നിന്നു. അവർ പൈസ കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കമലം. വരാതിരുന്ന ദിവസത്തെ പൈസയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ കമലം. അതൊന്നും വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നീ വരാതിരുന്നത്. കമലത്തിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ വിചാരിച്ചത് ഇനി ഇപ്പോൾ വരാതിരുന്ന ദിവസത്തെ ശമ്പളമൊക്കെ പിടിച്ചിട്ടേ തരികയുള്ളൂ എന്ന്. എന്തായാലും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. വലിയ സന്തോഷം അമ്മച്ചി.
കമലം യാത്ര പറഞ്ഞു പോയിക്കഴിഞ്ഞതും ഇവിടെ റൂം വൃത്തിയാക്കാൻ പോകുമ്പോൾ അവൻ്റെ അലമാര തുറന്നിരിക്കുന്നത് കണ്ട് ചാവി അതിൽ തന്നെ വെച്ചിരിക്കുന്നു. ബാല വേഗം തന്നെ അലമാര അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനുള്ളിൽ ഇരിക്കുന്ന ഒരു ആൽബം അവളുടെ കണ്ണിൽ പെട്ടത്. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അവൾ ആൽബം കയ്യിലെടുത്തു. അതിലെ ഫോട്ടോയിലൂടെ കണ്ണോടിക്കുമ്പോൾ എന്തോ വല്ലാത്ത സങ്കടം വരുന്നത് പോലെ തോന്നി. ആൽബം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അലമാര പൂട്ടി താക്കോൽ കൃത്യസ്ഥാനത്ത് വെച്ചു. തിരികെ താഴെ വന്ന് മംഗലത്തമ്മയുടെ മുറിയിലേക്ക് പോകുമ്പോൾ അവൾ ആൽബം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആൽബം കയ്യിൽ വാങ്ങുന്നതോടൊപ്പം മംഗലത്തമ്മ ബാലയെ നോക്കി. ബാല തന്നെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആൽബം വാങ്ങി തുറന്നു നോക്കി. ഇതാണോ അമ്മ മോനൂട്ടൻ്റെ അമ്മ? കാണാൻ നല്ല ഭംഗിയുണ്ട്. സാറും അവരും തമ്മിൽ നല്ല മാച്ചാണ്. ചോദിക്കുമ്പോൾ അവളുടെ വിടരുന്ന കണ്ണുകൾ മംഗലത്തമ്മ നോക്കി നിന്നു. ഇവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ? അതോ ഇവർ തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയോ? എപ്പോഴും ചോദിക്കണമെന്ന് കരുതും മോനൂട്ടൻ്റെ അമ്മയെക്കുറിച്ച്. പക്ഷെ ആർക്കും അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി വേണ്ടെന്ന് വയ്ക്കും. അവൾ പറയുന്നത് മുഴുവൻ മംഗലത്തമ്മ കേട്ടുകൊണ്ടിരുന്നു. മോനൂട്ടൻ്റെ അമ്മ എവിടെയാ അമ്മേ? പറഞ്ഞു തീർക്കാൻ കഴിയുന്ന പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ സംസാരിച്ച് തീർപ്പാക്കുന്നതല്ലേ നല്ലത്. മോനൂട്ടനെ ഓർത്തെങ്കിലും അവർക്കൊന്നായിക്കൂടെ? നിഷ്കളങ്കതയോടുകൂടി ബാല ചോദിച്ചു. ബാലയുടെ ചോദ്യം കേട്ടപ്പോൾ അമ്മ ഏങ്ങി കരഞ്ഞു. പറഞ്ഞു തീർക്കുവാനുള്ള പ്രശ്നമാണെങ്കിലോ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ തീരാവുന്നതായിരുന്നുവെങ്കിലോ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തോ ആയിരുന്നെങ്കിൽ എപ്പോഴേ അവൾ ഇവിടെ മോനൂട്ടൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു മോളെ. നമ്മൾ ആരും വിളിച്ചാൽ വരാൻ പറ്റുന്ന ലോകത്ത് അവളില്ല. ഒരിക്കലും മടങ്ങി വരാത്ത ലോകത്തേക്ക് മോനൂട്ടനെ തനിച്ചാക്കി അവൾ പോയി. ഞങ്ങളെ എല്ലാവരെയും സങ്കടത്തിലായി അവൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. സങ്കടത്തോടുകൂടി അവർ ഏങ്ങി കരഞ്ഞു. അവരുടെ സങ്കടം കണ്ടപ്പോൾ ബാലയ്ക്ക് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നുപോലും തോന്നിപ്പോയി. അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല. എപ്പോഴും തോന്നും മോനൂട്ടൻ്റെ അമ്മയെക്കുറിച്ച് സാറിനോട് ചോദിച്ചാലോ എന്ന്. പിന്നെ സാറിന് സങ്കടമായാലോ എന്ന് കരുതിയാണ് ഇതുവരെ ചോദിക്കാതിരുന്നത്. എങ്ങനെയാ അമ്മ സാറിൻ്റെ വൈഫ് മരിച്ചത്? എത്ര ചോദിക്കേണ്ടെന്ന് കരുതിയിട്ടും ബാലയിൽ നിന്ന് ചോദ്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നു. ആദ്യ വിവാഹം കഴിച്ചിട്ടില്ല മോളെ, മംഗലത്തമ്മ പറയുമ്പോൾ ബാല ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. അപ്പോൾ മോനൂട്ടൻ്റെ അമ്മ ആ ഫോട്ടോയിൽ കാണുന്നതാരാ? ബാലയ്ക്ക് പിന്നെയും അതിശയമായിരുന്നു അവരുടെ മറുപടിയിൽ. മോനൂട്ടൻ്റെ അമ്മയാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. ആദിയുടെ ഭാര്യയല്ല, മറിച്ച് അവൻ്റെ അനിയത്തി. മോനൂട്ടൻ്റെ അമ്മ, എൻ്റെ ആർദ്രമോള്. സിവിൽ സർവീസ് എക്സാം പാസ്സായി ആദിയുടെ സ്വപ്ന ജോലിയായ IPS തന്നെയാണ് അവൻ തിരഞ്ഞെടുത്തത്. മഹാരാഷ്ട്ര കേഡറിലാണ് നിയമനം ലഭിച്ചത്. ആദ്യ പോസ്റ്റിംഗ് നാഗ്പൂരിലായിരുന്നു. അവിടെ അസിസ്റ്റൻ്റ് കമ്മീഷണർ. ആദിത്യൻ IPS എന്ന് അഭിമാന നിമിഷം തന്നെയായിരുന്നു അത്. ആദ്യ 1 വർഷത്തോളം വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ നാട്ടിൽ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആർദ്രയ്ക്ക് ജോലിയുടെ ആവശ്യവുമായി ഞങ്ങളും മഹാരാഷ്ട്രയിലേക്ക് താമസം മാറിയത്. അവിടെ ആദിയോടൊപ്പം ക്വാർട്ടേഴ്സിൽ തന്നെയായിരുന്നു ഞങ്ങളും. അവിടെ തന്നെയുള്ള നല്ലൊരു IT കമ്പനിയിൽ ആർദ്രയ്ക്കും ജോലിയായി. രാവിലെ 2 പേരും പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തനിച്ചാണ്. എനിക്ക് മാത്രമാണ് അവിടവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത്. സീനിയേഴ്സിന് പോലും ഒരു പരിധിയിൽ കൂടുതൽ അനുസരിക്കാത്ത വിധമായിരുന്നു ആദിയുടെ പെരുമാറ്റം. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് 100% നീതി പുലർത്തണമെന്ന ആഗ്രഹവുമായി അവൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഓരോരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവന് മനസ്സിലായി, മുകളിലുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് താഴെയുള്ള ഓഫീസേഴ്സ് എന്ന്. പക്ഷെ അവൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല അതൊന്നും അനുസരിക്കാൻ. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ആര് പറഞ്ഞാലും ചെയ്യുകയുള്ളൂ. അങ്ങനെ സർവീസിൽ കയറി അധിക നാളാകും മുമ്പ് തന്നെ പലരുടെയും കണ്ണിലെ കരടായി മാറി ആദി. എന്നാൽ പുറമേ കാണിച്ചില്ലെങ്കിലും അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ അംഗീകരിക്കുന്ന ഒരുപാട് പേര് കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇലക്ഷനോടനുബന്ധിച്ച് നാട്ടിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. എവിടെ നോക്കിയാലും ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൻ്റെ ബാക്കി പത്രം പോലെ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ എങ്ങും ലഹളയും. നാട്ടിലെ പ്രധാന റൗഡികളെ എല്ലാം എൻകൗണ്ടറിൻ്റെ പേരിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ സർക്കാർ പുറത്തിറക്കി. മേലുദ്യോഗസ്ഥന്മാരിൽ ചിലർക്കൊക്കെ ആദിയോടുണ്ടായിരുന്ന സ്നേഹം കാരണം മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കറണ്ട് ഓഫീസർ എന്ന നിലയ്ക്ക് ആ ദൗത്യം അവനെയാണ് ഏൽപ്പിച്ചത്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന പോലെയായിരുന്നു അവൻ്റെ അവസ്ഥ. ഏകദേശം 2-3 ആഴ്ച കൊണ്ട് തന്നെ സിറ്റി ഏകദേശം ക്ലീനായി മാറി.
രാത്രിയിൽ അവൻ വരുന്നതോ പോകുന്നതോ ഒന്നും ഞങ്ങൾ അറിയാൻ വയ്യാത്ത അവസ്ഥയായി. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പൊന്നുവിൽ നിന്നും അറിയുന്നുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ആദിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. പല രാത്രികളിലും ഉറക്കമൊഴിച്ച് ആദിയുടെ വരവും കാത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്നും അവനെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന അവസ്ഥയായി. എന്നാൽ പൊന്നുവും അച്ചുവും അതിനെതിരായിരുന്നു. പൊന്നു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ അവിടുത്തെ മാനേജ്മെൻറ്റിനെതിരെ കേസുമായി കുറച്ച് ക്ലയൻസ് മുന്നോട്ട് പോയി. മഹാരാഷ്ട്രയിലെ തന്നെ ടോപ്പ് നമ്പർ 1 കമ്പനികളിൽ ഒന്നായിരുന്നു പൊന്നു ജോലി ചെയ്തിരുന്ന കമ്പനി. അതുകൊണ്ട് തന്നെ അവർ ഒരു കേസുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ ബ്ലാക്ക് മാർക്കിനിടയാകും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കമ്പനിയിൽ നടക്കുന്ന ക്രമക്കേട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും പുറത്തുനിന്ന് ആർക്കും ഒരു വിവരവും നൽകരുതെന്ന് കമ്പനി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസ് ബലപ്പെട്ടപ്പോൾ കമ്പനി സ്റ്റാഫുകൾ ഒന്നും തന്നെ മൊഴി നൽകാൻ തയ്യാറായില്ല. പക്ഷേ ആ അവസ്ഥയിൽ ആരെങ്കിലും ഒരാൾ പോലീസുകാർക്ക് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ കേസ് ബലപ്പെടില്ല എന്ന മട്ടിലായി. എന്നാൽ തൻ്റെ ചേട്ടൻ അന്വേഷിക്കുന്ന കേസ് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് ഒരേ വാശിയായിരുന്നു പൊന്നുവിന്. മാത്രവുമല്ല, ജോലിക്ക് കയറി കുറച്ചു നാളാകും മുമ്പേ പൊന്നുവിന് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുമില്ല. അവൾ കൂടെയുള്ള സ്റ്റാഫിനോട് അത് കൃത്യമായി പറയുകയും ചെയ്തു. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു കുഴപ്പത്തിൽ ചാടേണ്ട എന്നായിരുന്നു സ്റ്റാഫുകളിൽ പലരുടെയും മറുപടി. അതുകൊണ്ട് തന്നെ അവൾ കാര്യങ്ങളെല്ലാം ആദിയോട് സംസാരിച്ചു. ഒടുവിൽ മാനേജ്മെൻറ്റിനെതിരെ കേസ് ബലപ്പെടുകയും കമ്പനി മുന്നോട്ട് പോയ ക്ലയൻസിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോഴാണ് സ്റ്റാഫുകളിൽ ആരോ ഒരാൾ മാനേജ്മെൻറ്റിനെതിരായി ശബ്ദമുയർത്തിയതെന്ന് എല്ലാവരും അറിയാനിടയായത്. പക്ഷേ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം കഴിഞ്ഞില്ല. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് എല്ലാവരും എല്ലാം മറന്നു തുടങ്ങി. ആദ്യം ഒന്നിനു പുറകെ ഒന്നായി അവൻ്റെ കേസ് തിരക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത്യാവശ്യം ആൾക്കാരെ അറിയുന്ന എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമായ രീതിയിൽ ആദ്യം അറിയപ്പെടാനും തുടങ്ങി. തങ്ങൾക്കെതിരെ മൊഴി നൽകിയ സ്റ്റാഫ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കമ്പനി തീരുമാനിച്ചു. അതിനു മുന്നോടിയായി അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് 1-2 തവണ ആദിയോടൊപ്പം കാറിൽ വന്നിറങ്ങുന്ന പൊന്നുവിനെ എല്ലാവരും കാണുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ അനിയത്തിയാണ് ആർദ്രയെന്ന് അപ്പോഴാണ് എല്ലാവർക്കും അറിയാനും കഴിഞ്ഞത്. തങ്ങൾക്കെതിരായുള്ള നീക്കങ്ങൾ വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയവർ ആദിക്കുള്ള പണി കൊടുക്കുന്നതിനായി തക്കം പാർത്തിരുന്നു. ആദിയെയും ആർദ്രയെയും വാച്ച് ചെയ്യുന്നതിനായി അവരുടെ പിന്നാലെ ആൾക്കാരെ അയച്ചു. ആദിക്ക് ഒരാഴ്ച കേസിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നാസിക്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വീട്ടിലത്തെ സെക്യൂരിറ്റി ടൈറ്റാക്കി ഈ ഒരാഴ്ചക്കാലം ആർദ്രയുടെ പോക്കും വരവും എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്തതനുസരിച്ച് അവളെ ഓഫീസിലേക്ക് കൊണ്ടുവിടാനും തിരികെ വിളിച്ചു കൊണ്ടുവരാനും വരെ ആളിനെ ഏർപ്പാടാക്കിയിട്ടാണ് ആദി പോയത്. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ ആർദ്ര ജോലി കഴിഞ്ഞ് വരുന്ന സമയം അത് കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് മംഗലത്തമ്മയ്ക്ക് ആകെ ഭയമായി. അന്വേഷിക്കുന്നതിനോ ആരോടെങ്കിലും വിളിച്ച് തിരക്കുന്നതിനോ അവർക്ക് അവിടുത്തെ ഭാഷയോ ആൾക്കാരെയോ അറിയില്ലായിരുന്നു. സമയം കൂടുന്നതിനനുസരിച്ച് അവരുടെ സമാധാനവും നഷ്ടപ്പെട്ടു തുടങ്ങി. ആദിയെ പലതവണ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒടുവിൽ മനസമാധാനം നഷ്ടപ്പെട്ട അമ്മ പുറത്തേക്കിറങ്ങി വഴിക്കണ്ണുമായി കാത്തുനിന്നു. പെട്ടെന്നാണ് മുറ്റത്തൊരു വാൻ വന്ന് നിന്നത്. അതിൽ നിന്നും 1-2 ആൾക്കാർ മുഖത്ത് മാസ്ക് ധരിച്ച് പുറത്തേക്കിറങ്ങി. വാനിൻ്റെ ബാക്കിലെ ഡോർ തുറന്ന് ആർദ്രയെ പിടിച്ചിറക്കി ഗേറ്റ് തുറന്ന് തള്ളി അകത്തേക്കാക്കി. അവൾ നിലത്തേക്ക് വീണുപോയി. ആ വാൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. നിലവിളിയോടുകൂടി പൊന്നുവിനെ വിളിച്ചുകൊണ്ട് മംഗലത്തമ്മ അവളുടെ അടുത്തേക്ക് ഓടി. ഭാഷയറിയാതെ ആരും സഹായത്തിനില്ലാതെ ആ നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാതായിരുന്നു. തുടരും രുദ്രപ്രിയ. പൊന്നുവിൻ്റെ പാസ്റ്റിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആദിത്യൻ്റെ അനിയത്തിയാണ് പൊന്നു, മോനൂട്ടൻ്റെ അമ്മ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പാസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല, എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. വേൾഡ് ഓഫ് രുദ്രപ്രിയ എന്ന ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ വരുന്ന എൻ്റെ സ്റ്റോറികൾ കൂടി വായിക്കണേ കൂട്ടുകാരെ.